ബുൾസൈ മിക്സിയിലിട്ട് നോക്കൂ എന്താണ് സംഭവിക്കാന്നും പറഞ്ഞ് കുറേ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു കേട്ടോ. സംഭവം ഇപ്പോൾ ട്രെൻഡിങ് ആണ്, വൈറലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് എനിക്കൊന്ന് നോക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 2 ബുൾസൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് നോക്കട്ടെ, എന്താണ് സംഭവിക്കാന്ന് അറിയാലോ അല്ലേ. അങ്ങനെ എന്തെങ്കിലും ട്രെൻഡിങ്ങോ വൈറലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ആകാംക്ഷയാണ് അല്ലേ, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ഉള്ളൊരു ഉത്സാഹം. അങ്ങനെ 2 ബുൾസൈ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ, നല്ല പോലെ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ചെറിയ പൊട്ടറ്റോയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടോ, ബുൾസൈയിലേക്കും ഞാൻ ഉപ്പിട്ടിട്ടില്ല. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. പിന്നെ നാരങ്ങ നീരായാലും മതി കേട്ടോ വിനാഗിരിക്ക് പകരം. പിന്നെ ഞാൻ റിഫൈൻഡ് ഓയിൽ കേട്ടോ, ഞാൻ തവിടെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. പിന്നെ 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ കാച്ചിയ പാലൊന്നും അല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. ഏത് പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക, എന്താണ് സംഭവിക്കുക എന്ന് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ എല്ലാം കൂടെ അടിച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അതായത് മയോണൈസ് ആണ് കേട്ടോ ഓല് ഉദ്ദേശിച്ചത്. ബുൾസൈ ഉണ്ടാക്കിയിട്ട് മയോണൈസ് ഉണ്ടാക്കാന്ന്. പച്ചമുട്ട വെച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കിയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബുൾസൈ ഉണ്ടാക്കിയിട്ട് മയോണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അല്ലേ. എനിക്ക് പിന്നെ മയോണൈസ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തിനാ അപ്പം അങ്ങനെ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കണത്, അല്ലെങ്കിൽ വല്ല പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കിയാൽ പോരേ എന്നാണ് കേട്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മയോണൈസിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കാം. പിന്നെ ചിലർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാവോ ഇഷ്ടം, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.